ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ മക്കൾക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാനിന്ന് ഒരു യാത്രയിലാണ്. എവിടേക്ക് കുറേ ദിവസങ്ങളായി എവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ ഇരിക്കൽ. ഇന്നലെ മിനിഞ്ഞാന്ന് മോൻ്റെ വീട്ടിൽ പോയി വന്നിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഏട്ടത്തിയും പേരക്കുട്ടിയും എറണാകുളത്തു നിന്ന് വരുന്നുണ്ട്. അവർ വണ്ടിയിലുണ്ട്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിൽ. നിലമ്പൂർ എൻ്റെ അനിയത്തി താമസിക്കുന്നുണ്ട്. അവളെ കെട്ടിച്ചേക്കണ കരുവാരൂരാണ്, പക്ഷേ താമസിക്കുന്നത് നിലമ്പൂരാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? ഇന്ന് രാവിലെ നമ്മൾ ലൈവ് ഇട്ടിരുന്നു. ലൈവ് കട്ടായിപ്പോയി. പിന്നെ എന്ത് ചെയ്തിട്ടോ ആ ലൈവ് റീസും ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. ലൈവ് വർക്കായി നിന്നുകൊണ്ട് നല്ല ആളൊക്കെ കയറി നല്ലോണം ലൈവ് നടക്കുന്ന സമയത്തിലാണ് പെട്ടെന്ന് പിന്നെന്താ പറയുക, ലൈവ് ഹാങ്ങായി പോയിട്ട് ഇങ്ങനെ കറങ്ങിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനത് കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴും ഉണ്ട് നമ്മുടെ ലൈവ് അങ്ങനെ പോണു. ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത് കട്ടാകുമ്പോൾ എനിക്ക് 7 എന്താ പറയുക ലൈക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ 7 ലൈക്കായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ചാനലിൽ ഷംലൈസ് ലൈവ് എന്ന് കണ്ടു. അപ്പോൾ ഞാനത് കയറി നോക്കിയപ്പോൾ ആ ലൈക്ക് 9ഉം 10ഉം ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ മാജിദ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ട്. സൗജു എന്തൊക്കെയോ എഴുതി വിടുന്നുണ്ട്. പിന്നെ ജെമ്മീസ് മോള് വന്നിട്ട് ഹായ് താ, എന്താ കാണാത്ത, എന്താ മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കാലത്തെ ലൈവ് സ്വീപ്പായി പോയത്. എന്താ അറിയില്ല, എന്താ ഇപ്പോൾ മനസ്സിനൊക്കെ ഒരാതി പിന്നെ തളർച്ച തുടങ്ങിയിട്ടുണ്ട്. എവിടം വരെ എത്തുമെന്നൊന്നും അറിയണില്ല. പിന്നെ പിന്നെ സപ്പോർട്ട് കുറവാണ്. പബ്ലിക് സപ്പോർട്ട് തീരെ ഇല്ല. പബ്ലിക്കിലേക്ക് ഇപ്പോൾ ലൈവുകൾ എത്താനായിട്ടാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പബ്ലിക് സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ചാനലുകാരായതുകൊണ്ട് അവർക്ക് ഒരു പരിധി വരെയല്ലേ നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ എല്ലാവരും ചാനൽ നടത്തുന്നവരല്ലേ. പിന്നെ നമുക്ക് വരേണ്ടത് പബ്ലിക് സപ്പോർട്ടാണ്. അപ്പോൾ പബ്ലിക് തീരെ കയറി വരുന്നില്ല ലൈവിൽ. കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് കേൾക്കണ മക്കൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. പിന്നെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിൽ എല്ലാം ഓപ്പണാക്കി തന്നെയാണ് വെച്ചേക്കണത്. ഒന്നും ഓപ്പണാക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇതാവണുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് തരിക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യം കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പിന്നെ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് സപ്പോർട്ടും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കൊന്നും അങ്ങനെ വലിയ സപ്പോർട്ടോ അധികം ആൾക്കാരോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളും നല്ല സഹകരണമായിട്ട് എല്ലാ കൂട്ടുകാരും എല്ലാ കൂടപ്പുറപ്പുകളും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വേറെ എന്തൊക്കെയാണ് പിന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ ആദ്യം ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കേട്ടോ. പക്ഷേ ആദ്യം ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. വാഗമരങ്ങളൊക്കെ പൂത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ നല്ലൊരു ചുമന്ന കളറായിട്ട് നല്ല ഭംഗിയിലായിരുന്നു ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി. എല്ലാ മരങ്ങളൊക്കെ മുറിച്ച് വികസനമൊക്കെ വന്നപ്പോൾ പിന്നെ ഒരുപാട് ട്രെയിനുകളിലൊക്കെ സർവീസൊക്കെ കൂടി അങ്ങനെ ഒരു ഉപകാരമായപ്പോൾ നമ്മുടെ ആ ഗ്രാമീണ സൗന്ദര്യം നമുക്ക് അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ പിന്നെ മരുന്ന് മരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ ഇപ്പോൾ പൂത്തിട്ടില്ല. പൂ കഴിഞ്ഞപ്പോൾ കായായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ ശരി, ഞാൻ വരാം കേട്ടോ.
ടിക്കറ്റ് എടുത്തിട്ടില്ല മക്കളെ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ. ഒരു നിലമ്പൂര് 30. ആദ്യം 20 കേട്ടോ ടിക്കറ്റിന്, ഇപ്പം 30 അത്രേ. ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ. പിന്നെയും കൂടിയ പൈസ അതേ ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകട്ടോ. ഏറ്റവും ലാസ്റ്റാണ് അവർ കയറിയേക്കണേ. അപ്പോൾ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും ലാസ്റ്റ് പോയി നിന്നാൽ മതി. അപ്പോൾ അധികം ലാസ്റ്റിലേക്ക് പോവും വേണ്ട. പക്ഷെ അവിടെ കുറച്ച് തണുപ്പ് കാണുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ഇരിക്കട്ടെ. ഉണ്ടോ നമ്മുടെ ക്രൂസ്, റെയിൽവേ ക്രൂസ് കാണുന്നുണ്ട്. മേലാറ്റൂരത്തെ ഒരു മനയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പണ്ട്. അവരുടെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഈ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നത്. അത് പണ്ട് എന്നെ കെട്ടിക്കൊണ്ടിരുന്ന കാലത്തൊക്കെ പഴയ മനയായിരുന്നു. ഇത് നമ്മുടെ റെയിൽവേ ക്രോസ് കാണുന്നുണ്ടോ? എനിക്ക് വെയിലായതുകൊണ്ട് കാണില്ല കേട്ടോ, നിങ്ങൾ കാണില്ലേ? അതാണ് കേട്ടോ നമ്മുടെ ഊട്ടി പാലക്കാട് പാത. ഊട്ടി പാലക്കാട് പാതയാണ് പോണത്. ട്രെയിൻ ഇത്രയൊന്നും വരില്ല. റെയിൽ പട്ടിക്കാടെത്തുമ്പോൾ പിന്നെ തിരിച്ച് കുറച്ചും കൂടി ഇങ്ങോട്ട് നടക്കണം. അതായത് അവിടെയൊക്കെ ആൾക്കാരിക്കണോണ്ട്, ഇത് ഞങ്ങളുടെ ഉള്ളേരിയ ആയതുകൊണ്ട് സ്ത്രീകൾ ചാനൽ പിടിക്കുക, അതേപോലെ വീഡിയോ പിടിക്കുക, ഇതൊക്കെ കണ്ട ഒരു പുച്ഛത്തോടു കൂടിയുള്ള ഒരു സംസാരവും നോട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് പേടിച്ചിറുകി, അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ചീത്ത പറയുമോ എന്നൊക്കെ പിന്നെ ഉള്ള പേടി കൊണ്ടായിട്ടാണ് പുറത്തിറങ്ങുമ്പോൾ വീഡിയോ പിടിക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒന്നാമതേ ഒറ്റയ്ക്കുള്ള യാത്രയൊന്നും ഒരു സുഖമല്ല, സത്യമല്ലേ? അതിൽക്കൂടി ഇങ്ങനെ ആരെങ്കിലും പറയും കൂടി ചെയ്താൽ മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ കുറേ ദിവസത്തിന് എനിക്ക് ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ആരും ഒന്നും പറയല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താ അവിടെ പോണേ, ഒറ്റയ്ക്കാണോ, ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും ഇല്ലേ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിച്ചിലിങ്ങനെ ഇങ്ങോട്ട് വരും. എല്ലാവരും ഭൂമിയിലുണ്ടായിട്ടും ആരുമില്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ, അത് പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുന്നവർക്കും നമ്മളെ ഒറ്റപ്പെടുത്തി പോകുന്നവർക്കും ഒക്കെ അവർക്ക് സന്തോഷം കിട്ടുമായിരിക്കും.